കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എണീപ്പിക്ക്. എന്താ ഏട്ടത്തി ക്ഷീണിച്ചിരിക്കുന്നേ? ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എടുത്തി. എന്താ പറഞ്ഞേ? കാർത്തികയോടൊപ്പം ഏട്ടത്തി ഉറക്കൊഴിഞ്ഞോ? സാരി ഡിസൈനിങ് ആയിരുന്നു. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഏട്ടത്തിക്ക് എന്തറിയാം. അതെ ഏട്ടത്തി, നമ്മുടെ വീട്ടില് സന്തോഷത്തോടെ കാർത്തിക ദീപം തെളിയിച്ചു. അതും ശരിയാ എടുത്തി. ഇല്ലായിരുന്നെങ്കി അഗ്നിപൂജ നടന്നേനെ. ശരി, ഇപ്പൊ എല്ലാരും തീർത്ഥം വാങ്ങിയല്ലോ. വൈകുന്നേരം വരെയും ഒരിറ്റ് വെള്ളം പോലും കുടിക്കാതെ ഇരിക്കണം. എന്തിനാ എടുത്തി? ഇന്ന് നമ്മളെല്ലാവരും വ്രതം എടുക്കാൻ പോവാ. അമ്മേ, വ്രതം എടുക്കണോന്നോ? ഫാസ്റ്റിംഗ് കാർത്തിക. ഈവനിങ് വരെ ഒന്നും കഴിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞ വീട്ടിൽ അടുപ്പ് പോലും കത്തിക്കില്ല. അയ്യോ കാർത്തിക, നേരിരിക്ക്. സ്ത്രീകള് മാത്രമല്ല, ആണുങ്ങളെല്ലാവരും ഇന്ന് മുഴുവൻ വ്രതം ഇരിക്കും. വൈകുന്നേരം വ്രതപൂജ കഴിഞ്ഞതിന് ശേഷമേ എല്ലാരും പ്രസാദം കഴിക്കാവൂ. അയ്യോ, ഭർത്താവില്ലാത്തത് കൊണ്ട് ആദ്യമായിട്ടൊരു പ്രയോജനം ഉണ്ടാവാൻ പോവാ. ദിവസം മുഴുവൻ വ്രതം ഇരുന്ന് എന്റെ വയറ് കത്തിക്കണ്ടല്ലോ. ആ ഏട്ടത്തി, നിങ്ങളും കൂടി ഇന്ന് വ്രതം എടുക്കണം. ഞാനെന്തിനാ എടുത്തി? എനിക്ക് ഭർത്താവും താലിയൊന്നും ഇല്ലല്ലോ. ഇന്ന് എല്ലാവരും വ്രതം എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാവും ഏട്ടത്തി. അത്രയ്ക്കും പുണ്യമുണ്ട് ഇതിന്. സ്വർഗപ്രാപ്തിയോ? ഉടനെ തട്ടിപ്പോന്നാണോ ഈ പറയുന്നേ? വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ എങ്ങനെ ഇരിക്കും എന്റെ ഭഗവാനെ? ജ്യൂസ് പോലെ എന്തെങ്കിലും കുടിക്കാമോ അമ്മേ? അതല്ല, ഫ്രൂട്ട്സ് കഴിക്കാമോ? പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല കാർത്തികേ. നാശം പിടിച്ചവളെ, ഇപ്പോഴാണോ ഇത് പറയുന്നേ? ഇന്നലെ അറിഞ്ഞിരുന്നെങ്കിൽ രാത്രി കഴുത്തറ്റം വരെ കഴിച്ചിടായിരുന്നു. ഇനി വൈകുന്നേരം വരെ ഞാൻ എങ്ങനെ വിശന്നിരിക്കും? വിശപ്പ് ഇപ്പോഴേ തുടങ്ങിയേ. ഗുഡ് മോർണിംഗ് ഡാ. അവൻ കേട്ടില്ലാന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് അഖിൽ. എന്താടാ ബഹുമാനിക്ക് അറിഞ്ഞൂടെ? ഗുഡ് മോർണിംഗ് പറയില്ലല്ലേ? എന്തിനു പറയണം? എന്തിനു പറയണമെന്നോ? എന്നെ കണ്ടാ നിനക്കൊരു പേടിയില്ലല്ലേ? ഇന്നലെ രാത്രി പേടിച്ചെന്നും പറഞ്ഞ എനിക്ക് എപ്പോഴും അങ്ങനെ പേടിക്കാൻ പറ്റുമോ? അത് ശരി, ആവശ്യമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി എന്റെ ടൈം വരൂടാ. അതുവരെ എന്തായാലും ഏട്ടാ എന്റെ ടൈം ആയിരിക്കും. നീ ഇനി എന്റെ അടുത്ത് പ്രതികാരമല്ല കാണിക്കൂടാ. എന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? കൺഫേം ആയിട്ട് റിവെഞ്ച് തന്നെയാ. ഗുഡ് മോർണിംഗ് വല്യച്ഛ. ഗുഡ് മോർണിംഗ് ഉണ്ണി. ഗുഡ് മോർണിംഗ് ചെറിയച്ഛ. മോർണിംഗ്. എന്താ ചെറിയച്ഛ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നീ കൊടുത്ത ഐഡിയയുടെ എഫക്റ്റാടാ ഉണ്ണി. നിന്റെ ചെറിയച്ചനിപ്പോ വലിയ തലവേദനയാടാ. സോറി ചെറിയച്ഛ. ഇനി ഇങ്ങനത്തെ പൊട്ട ഐഡി തരല്ലേ ഉണ്ണി, നല്ല ഐഡി തരണം. എന്താ
ആണുങ്ങൾ എല്ലാവരും കൂടി എന്തിനാ ഡൈനിങ് ടേബിളിൽ വട്ടമിട്ടിരിക്കുന്നത്? പിന്നെ ഓഫീസിലേക്ക് പോണ്ടേ? ഡൈനിങ് ടേബിളിൽ ഇരുന്നാണോ പോകുന്നത്? എന്താ തമാശയാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവും. ഇന്ന് കുടുംബത്തോടെ നമ്മൾ എല്ലാവരും വ്രതത്തിലാ. എന്താ ഫാസ്റ്റിംഗാ? ആ ഫാസ്റ്റിംഗ് തന്നെയാ. എന്തിനാ? കാർത്തിക മാസം അല്ലേ അഖിലെ, ഇന്ന് എല്ലാരും വ്രതത്തിലാ. നിങ്ങൾ ചെയ്യുന്ന പൂജയ്ക്ക് ഞങ്ങൾ എന്തിനാ പട്ടിണി കിടക്കുന്നേ? അപ്പോ സ്ത്രീകൾ മാത്രം വ്രതം എടുക്കണമെന്നാണോ? ആണുങ്ങൾ എടുക്കണ്ടെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ എന്തിനാ മോളെ നീ ഭരണഘടന കയറി പിടിക്കുന്നേ? ശരി, ഞാൻ ഫാസ്റ്റിംഗ് എടുത്തോളാം. എന്നാ നിന്നെ കൊണ്ട് പറ്റുമോ? ആ ഞാൻ ട്രൈ ചെയ്യാം. അപ്പൊ നിന്റെ ആന്റിയോ? അതെ, ഞങ്ങളുടെ സുമംഗലി ഇളയമ്മ, അവരും വ്രതം എടുക്കോ? ആ ഉണ്ടടാ ഉണ്ടടാ, നിനക്കെന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാണല്ലോ കൊച്ചുമോനെ. എപ്പോഴും നീ എന്നെ ഓർത്തോണ്ടിരിക്കുകയാണോ? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളുടെ ചെറിയമ്മ ആയിപ്പോയില്ലേ? അതെ അതെ, വീട്ടില് വിരുന്ന് നടക്കുമ്പോ ഞാൻ കഴിക്കാറുണ്ടോന്ന് നീ ചോദിക്കാറുണ്ടോ? എന്നാ ഇപ്പോ ഇളയമ്മ വ്രതം ഇരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഒരു ദിവസം പട്ടിണി കിടന്ന ചത്തൊന്നും പോവില്ല. ഞാൻ വ്രതം ഇരുന്നോളാം, കുട്ടികൾക്ക് അത് പറ്റില്ലല്ലോ. കുട്ടികൾക്ക് എന്തായാലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇളയമ്മേ? എന്താടി, അടുപ്പ് കത്തിക്കാൻ പാടില്ലെന്നല്ലേ? കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ പറ്റൂ. ആ കുട്ടികളെന്ന് പറയുമ്പോ എല്ലാ കുട്ടികളും ഉൾപ്പെടില്ല. അനുവും കീർത്തിയും മാത്രമാ കുട്ടികള്. ഉണ്ണി എന്തായാലും വ്രതം എടുക്കുമല്ലോ. ഉണ്ണി, നീ ചെറിയ വയസ്സിൽ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കോ? ഇതെന്ത് ചോദ്യ ചേച്ചി? ഉണ്ണിക്ക് കുട്ടിക്കാലം തൊട്ടേ ഭക്തി അധികമാ. സാധാരണ ദിവസങ്ങളിൽ പോലും തിങ്കളാഴ്ച ശിവന്, വ്യാഴാഴ്ച സായിബാബയ്ക്ക്, ശനിയാഴ്ച മഹാഗണപതിക്ക് വരെ വ്രതം എടുക്കുന്നവനാ ഉണ്ണി. അമ്മേ, ആ അതെ അതെ, എൻഗേജ്മെന്റിന് അന്ന് ആന്റിയും അങ്കിളും പറഞ്ഞതാ ഉണ്ണിക്ക് ഭക്തി കുറച്ച് കൂടുതലാണെന്ന്. ചെറിയച്ച നിങ്ങളും? എന്താണ് ഉണ്ണി, സത്യമാണോ? ആ എന്താ ഭാസ്കരേട്ടാ അവനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഭക്തിയുടെ കാര്യത്തിൽ ഉണ്ണി ഭക്തപ്രഹ്ലാദനാ. ശരിക്കും പറഞ്ഞ മാർക്കണ്ടേയൻ. പറഞ്ഞു വരുമ്പോ അയ്യപ്പ സ്വാമി. ഇത്രയും പ്രായമുള്ള എനിക്ക് പോലും പറ്റുന്നില്ല, പിന്നെ നീ എങ്ങനെയാടാ അത് സഹിക്കുന്നത്? അതല്ലേ ഇളമേ ഞാൻ പറഞ്ഞത്. ഉണ്ണിക്ക് ഭക്തി, സമാധാനം, അറിവ് എല്ലാം കൂടുതലാ. ഓക്കെ, ഞങ്ങൾ ഓഫീസിലേക്ക് പോയിക്കോളാം. വാടാകില്ലേ? ഇന്ന് ഓഫീസിൽ പോകണ്ട ഭാസ്കരേട്ടാ. ഏട്ടന് വീടിനുള്ളിൽ തന്നെ ഉണ്ട്. അതെന്താ ഓഫീസ് ഇല്ലാത്തെ? നിങ്ങളുടെ ഓഫീസില് ലേഡി സ്റ്റാഫുകളല്ലേ കൂടുതല്, അവർക്കും കാർത്തിക മാസ പൂജ ഉണ്ടാവില്ലേ? അതുകൊണ്ടാ അബി ഇന്ന് ഓഫീസിൽ ലീവ് ആക്കിയത്. നിങ്ങളും വീട്ടിൽ തന്നെ ഇരുന്നോളൂ. വെളിയിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാ അത് നടക്കൂലല്ലോ. എന്താ ഏട്ടാ, ഓഫീസെന്നും പറഞ്ഞ് പുറത്തു പോയി കഴിക്കാന്ന് വിചാരിച്ചല്ലേ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? ശരി, എന്നാ പിന്നെ ഏട്ടൻ ഇപ്പൊ റൂമിലേക്ക് പോയി കണക്കൊക്കെ എഴുതിക്കോ. ഇവിടെ ഇരുന്ന വിശപ്പ് കൂടുകയുള്ളൂ. വൈകുന്നേരം വരെ ജീവനുണ്ടാവോ എന്തോ. എന്താടാ നീ നോക്കുന്നേ? ഞാൻ വ്രതം എടുക്കാൻ പോവായിരുന്നു അമ്മയോട് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, ഞാൻ നിന്നെ പെടുത്തിയതാടാ. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അതുകൊണ്ടാ പണിഷ്മെന്റ് തന്നത്. എന്താ റിവെഞ്ച് ആണോ? യെസ്. ഇന്നലെ നിന്റെ സമയമായിരുന്നു, ഇന്ന് എന്റെ സമയം. വേണ്ട അമ്മേ, എന്റെ ഉടനെ തന്നെ പണി കിട്ടുവേ. അതൊക്കെ നമുക്ക് അന്നേരം നോക്കാം. എന്റെ പണി വരാൻ അത്ര സമയമൊന്നും എടുക്കില്ല കേട്ടോ അമ്മേ. പോടാ. ഈ ഉണ്ണിയോടാണോ അമ്മ കളിക്കുന്നത്? കാണിച്ചു തരാം.
കുട്ടികളില്ലാത്ത വീട്ടിൽ അമ്മാവൻ തുള്ളുന്നത് പോലെ ഈ പ്രായത്തിൽ നിനക്കെന്താടി ഇത്ര ഇളക്കം? കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറുന്നില്ലല്ലോ. എന്റെ അത്ര സൗന്ദര്യം ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. ഉണ്ടായിരുന്നെങ്കി നീ ഒന്നും നിലത്ത് നിക്കത്തില്ലായിരുന്നു. എന്താ ഏട്ടത്തിയുടെ എക്സ്പ്രഷൻ മാറുന്നത്? ഇനിയിപ്പൊ എന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചോ? ഏട്ടത്തി ഇനി വന്നേ. എന്താ എടുത്തി? ഏട്ടത്തി എന്തിനാ നോക്കിയത്? എങ്ങനെ നോക്കിയെന്നാ? എങ്ങനാ നോക്കിയെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അത് ഏട്ടത്തി എങ്ങനെയാ കണ്ടത്? എന്നെ വല്ലാത്ത രീതിയിലാ നോക്കിയേ. വല്ലാത്ത രീതിന്ന് വെച്ചാ? ദേഷ്യത്തോടെ അസൂയോടെയാ നോക്കിയേ. പെട്ടെന്നാ തോന്നുന്നേ. ഇനി ഒളിച്ചു വെക്കാൻ വലിയ പാടാ. അതെ, ഞാൻ നോക്കി എടുത്തി. എന്തിനാ അങ്ങനെ? എന്താ എനിക്ക് നോക്കിക്കൂടെ? ഒരു സുന്ദരിയെ, അതും ഇതുപോലൊരു സുന്ദരിയെ നോക്കാതെ ആർക്ക് മാറി നിൽക്കാനാവും? സത്യം പറയുകയാണെങ്കിൽ ഏട്ടത്തിയുടെ സൗന്ദര്യം കാണുമ്പോ എനിക്ക് മയക്കം വരിക. കൂടാതെ അസൂയം തോന്നുന്നുണ്ട്. ഇതുപോലൊരു സൗന്ദര്യം എനിക്ക് തന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് ഉറക്കേ വരുന്നില്ല. ഇത്രയും സൗന്ദര്യം ഏടത്തിയുടെ മുമ്പ് പിടിച്ചു നിൽക്കാനാവില്ലെന്നോർത്ത് എനിക്ക് വെറുപ്പ് തോന്നുക. കളിയാക്കാതെ. സത്യം പറഞ്ഞ ഇങ്ങനൊക്കെ തന്നെ ഏടത്തി. ഈ സാരിയിൽ ഏടത്തേക്ക് സൗന്ദര്യം കൂടുതലാന്നാ പറയുന്നത്. എന്നാ അത് കള്ളവാ. അതെ, ഏട്ടത്തി എടുത്തത് കൊണ്ടാ ഈ സാരിക്ക് ഇത്രയും സൗന്ദര്യം. ഹേമമാലിനിയെ പോലെ, മാധുരി ദീക്ഷിത്തിനെ പോലെ, ശ്രീദേവിയെ പോലെ, ഐശ്വര്യ റായിയെ പോലെ, പിന്നെ കരീന കപൂർ. അത് കഴിഞ്ഞാ പിന്നെ ഏടത്തിയാണ്. സൗന്ദര്യം ഏട്ടത്തിക്ക് ഈശ്വരൻ തന്നെ വരിക. അതാ ഏട്ടത്തിയുടെ ഐശ്വര്യം. ഏട്ടത്തി എന്നെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. പിന്നെ നിന്നെ പോഴ്ത്തുന്നതിന് പകരം വ്രതം ഇരിക്കുന്നതായിരുന്നു നല്ലത്. ആവശ്യമില്ലാതെ എടുത്തി. എത്ര പേര് കണ്ണുവെക്കൂന്നറിയാമോ? ചെറിയ വയസ്സോ? ഏട്ടത്തിക്ക് അതിന് മാത്രം പ്രായമായില്ലല്ലോ. സ്വന്തം മരുമക്കളെക്കാളും ഏട്ടത്തിക്കല്ലേ സൗന്ദര്യം കൂടുതല്. ഏട്ടത്തി, അത് നിങ്ങളുടെ സ്നേഹ. കോപ്പ് എന്റെ തലവിധി നല്ലാണ്ട്. ഞാൻ വരട്ടെ എടുത്തി. ഇങ്ങനെ കണ്ണാടി നോക്കല്ലേ, കണ്ണാടി പൊട്ടിപ്പോകും. അനു, കീർത്തി, ടിഫിൻ റെഡി. അവിടെ വെച്ചോളൂ. ഇപ്പോ ഞാനാ നിങ്ങൾക്ക് വാരിത്തരാൻ പോകുന്നെ. നിങ്ങൾ വാരിത്തരാൻ പോവാണോ? അതെ, എന്റെ കൈ കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വാരിത്തരും. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നുമല്ല. ഞങ്ങൾക്ക് കഴിക്കാൻ അറിയാം. അവര് വാരിത്തരാന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് വാരിത്തരാ. അവര് നമ്മുടെ അമ്മയൊന്നും അല്ലല്ലോ. ഞാൻ നിങ്ങളുടെ അമ്മയാനു. അമ്മയൊന്നും അല്ല. ഇവര് നമുക്ക് അമ്മയാണെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ? അല്ലെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ അമ്മയാകണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ?
ഞങ്ങളോട് ഇതുപോലെ സ്നേഹത്തോടെ പെരുമാറണം. വേണ്ട, അവരെന്ത് ചെയ്താലും നമ്മുടെ അമ്മ ആവില്ല. ആദ്യം നിങ്ങൾ രണ്ടും ടിഫിൻ കഴിക്കുക, ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. എന്തിനാ വാരി തരുന്ന? സ്പൂണിൽ തന്നാ മതി. കൈകൊണ്ട് വാരി തന്നാലല്ലേ രുചി അറിയാൻ പറ്റും മോളെ. സ്പൂൺ കൊണ്ട് കഴിക്കുന്നത് നമ്മുടെ ശീലമല്ലല്ലോ മോളെ. എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. അനു, ഇനി എന്റെ മോൾക്ക്. എനിക്കൊന്നും വേണ്ട. കുറച്ച് കഴിക്കാനോ? സ്പൂണിൽ തരാൻ പറ. കൈകൊണ്ടും കഴിക്കാലോ അനുമോളെ. വളരെ നന്നായിട്ടുണ്ടല്ലേ? ഉറപ്പായിട്ടും നല്ല രുചിയായിരിക്കും. ഒട്ടും കൊള്ളത്തില്ല. എനിക്കിഷ്ടപ്പെട്ടല്ലോ. എന്നാ നീ തന്നെ കഴിക്കേ, എനിക്ക് വേണ്ട. അങ്ങനെയൊന്നും പറയില്ല മോളെ. ഭക്ഷണത്തോട് ദേഷ്യം കാണിക്കരുത്. എന്നാ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ കഴിച്ചോളാം. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് എനിക്ക് വാരിത്തരാൻ ട്രൈ ചെയ്താൽ ഞാൻ ആഹാരം കഴിക്കുന്നതിനെ നിർത്തും. ശരി, ബാക്കിയൊന്നും വെക്കാതെ മുഴുവനും കഴിക്കണം കേട്ടോ. എന്താ കീർത്തി, എന്തിനാ നീ അവരെ സപ്പോർട്ട് ചെയ്യുന്നേ? അവരോട് നന്നായിട്ട് പെരുമാറണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അച്ഛൻ അങ്ങനെ തന്നെ പറയൂ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവര് നമ്മുടെ അമ്മയല്ല. പാവം, അവര് നമുക്ക് ഒരുപാട് സർവീസ് ചെയ്ത് തരുന്നുണ്ടല്ലോ. നമുക്ക് സർവീസ് ചെയ്യാൻ മാത്രം അവര് വന്നത്, അത്രേ ഉള്ളൂ. പണ്ട് ചെറിയ പ്രായത്തിലാമ്മ നമുക്ക് വാരി തന്നത്. ഇനിയും നമുക്ക് ആരാ വാരി തരാനുള്ളത്? മുത്തശ്ശി അമ്മമ്മയൊക്കെ വാരി തരും. അവര് വാരി തരുമ്പോ നമുക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ സ്പൂൺ വെച്ച് കഴിക്കണം. ഇവര് നമുക്ക് വാരി തരണ്ട. ഇവരതിന് എന്ത് തെറ്റാ ചെയ്തേ? നിനക്കെന്തിനാ ഇവരോട് ഇത്രയും ദേഷ്യം? ഇവര് കാരണം അച്ഛൻ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. നീ ഇവരെ സപ്പോർട്ട് ചെയ്താൽ പിന്നെ ഞാൻ നിനക്ക് പണി തരും, നോക്കിക്കോ. ഓക്കെ ഓക്കെ, ആഹാരം കഴിക്കാമോ? അഖിൽ, എനിക്ക് വിശക്കുന്നു. എന്താടി ഇത്ര പെട്ടെന്നോ? എന്താ ഇത്ര പെട്ടെന്ന് ചോദിക്കുന്നേ? എല്ലാ ദിവസവും ഈ സമയത്ത് 4 കോഫിയും കുടിക്കും, 4 ഇഡ്ഡലിയും കഴിക്കും, 2 വടയും 3 ദോശയും ഞാൻ കഴിച്ചിരിക്കും. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് റെസ്റ്റ് കൊടുക്ക്. വയറിന് എന്തിനാ റെസ്റ്റ് അഖിൽ? ഫാസ്റ്റിംഗ് ചെയ്താലുണ്ടല്ലോ ബോഡി ശുദ്ധമാവും. എന്നെ സ്വച്ഛ് ഭാരത് മത്സരത്തിന് വിടാനാണോ നിന്റെ ഉദ്ദേശം? വയർ എരിഞ്ഞോണ്ടിരിക്കുക. വയറ് കത്തിക്കോട്ടെ, നല്ലതല്ലേ? എന്ത് നല്ലതെന്നാ? ഞാൻ ഇതുവരെ വിശന്നിരുന്നിട്ടില്ല. ഇപ്പൊ വിശപ്പെന്താണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഇത് ട്രിഗ്നോമെട്രിയോ പൈതഗോറസോ വല്ലോ ആണോ? ഇതറിഞ്ഞിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? വിശപ്പ് എന്താന്ന് അറിഞ്ഞാൽ മാത്രമേ ഭക്ഷണത്തിന്റെ വിലയോ അറിയൂ. ഐ നോ അഖിൽ, പുതിയതായിട്ട് എന്താ അറിയാനുള്ളത്? നിനക്ക് എന്താടി അറിയാവുന്നേ? ഏതെങ്കിലും റെസ്റ്റോറന്റിലോ ഹോട്ടലിലോ പോയിട്ട് നീ വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യല്ലേ? എന്തിനാ ബാക്കി വെച്ചെന്ന് ചോദിച്ചാൽ ഡയറ്റിംഗ് ആണെന്ന് പറയും. ഇപ്പൊ നീ ഡയറ്റിംഗ് ചെയ്യും. ഞാനെന്താടി ഭയങ്കര വണ്ണമാണോ ഡയറ്റ് ചെയ്യാനായിട്ട്? ശരിക്കും നോക്കുകയാണെങ്കിൽ നീയാ തടിച്ചി. ഡയറ്റിന്റെ ആവശ്യം നിനക്കാ. എനിക്കിനി പ്രത്യേകിച്ച് ഡയറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു ദിവസം വ്രതം എടുക്കുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. മതി അഖിൽ, നിന്റെ സ്പീച്ച് കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ല. പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിട്ട് വാ. നോവേ, അമ്മ എങ്ങനെ അറിഞ്ഞ കൊന്നുകളയോ എന്നെ. ശരി, ബിസ്ക്കറ്റ് എങ്കിലും താ. അത് ബിരിയാണി എന്ന് പറഞ്ഞ് കഴിക്കാം. വ്രതം എടുക്കുമ്പോഴാണ് ബിരിയാണിയുടെ കാര്യം. പാവം കിട്ടും, പോയി ദൈവത്തെ തൊഴു. തൊഴുക മാത്രമല്ല, ഏത്ത ഇടാൻ പറഞ്ഞ അതും ആവാം. കുട്ടിക്കരണം അറിയണമെങ്കിൽ അതും ചെയ്യാം. ഫ്രൂട്ട്സ് സലാഡെങ്കിലും ഒന്ന് വാങ്ങിട്ട് വാ അഖിൽ. വെള്ളം പോലും കുടിക്കാൻ പാടില്ല, അപ്പോഴും നിന്റെ ഫ്രൂട്ട് സലാഡും.
വിശന്ന് ഞാൻ ചാവാൻ പോവാ. നിനക്ക് ഭർത്താവിനോട് സ്നേഹമില്ലേ?